2029 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോക്രോച്ച് ജനതാ പാർട്ടി ഇന്ത്യ ഭരിക്കുമോ? ഇന്ത്യ ഇതുവരെ കാണാത്തൊരു പുതിയ രാഷ്ട്രീയം പതുക്കെ കളം പിടിക്കുകയാണോ? ലോകത്തിൽ ഇത്തരം സർക്കാസ്റ്റിക് പാർട്ടികൾ പലയിടത്തും അധികാരം പിടിച്ചിട്ടുണ്ട്. മോൺസ്റ്റർ റേവിംഗ് പാർട്ടി UK-യിലും, കണ്ടാമൃഗം പാർട്ടി കാനഡയിലും, ബിയർ ലവേഴ്സ് പാർട്ടി പോളണ്ടിലും, സെർവൻസ് ഓഫ് ദ പീപ്പിൾ ഉക്രൈനിലും, രണ്ടു വാലുള്ള പട്ടിയുടെ പാർട്ടി ഹംഗറിയിലും ഇങ്ങനെ തമാശ കളിച്ചു വന്ന് അധികാരമേറിയിട്ടുണ്ട്. നമുക്ക് നോക്കാം പാറ്റകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ എന്നേക്കുമായി മാറ്റിമറിക്കുമോ എന്ന്. പാറ്റ പാർട്ടിയുടെ ജനനം എങ്ങനെയായിരുന്നുവെന്ന് ഇന്ന് ലോകത്തിനറിയാം. പാർട്ടി രൂപീകരിച്ച് കേവലം 48 മണിക്കൂറിനുള്ളിൽ 40,000-ലധികം ആളുകൾ CJP വെബ്സൈറ്റ് വഴി അംഗത്വമെടുത്തു. 4 ദിവസങ്ങൾക്കകം ഇൻസ്റ്റഗ്രാമിൽ CJPയുടെ ഫോളോവേഴ്സ് എണ്ണം 1 കോടി കടന്നു. വ്യവസ്ഥാപിത രാഷ്ട്രീയം ഒന്നിളകി. ഇപ്പോഴും CJPയുടെ സോഷ്യൽ മീഡിയ ടച്ച് പോയിന്റുകളിലേക്ക് ഒഴുക്ക് തുടരുകയാണ്. ഇൻസ്റ്റഗ്രാമിൽ 2.25 കോടി ഫോളോവേഴ്സും കഴിഞ്ഞ് അത് മുന്നോട്ട് തന്നെ. ശരി, ഇനി അത് നോക്കാം. സോഷ്യൽ മീഡിയക്കപ്പുറം പാറ്റ പാർട്ടിക്ക് ഇന്ത്യയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? 100% സാധിക്കും. കോക്രോച്ച് ജനതാ പാർട്ടിയെ ഒരു സാധാരണ ട്രോൾ ഗ്രൂപ്പായി മാത്രം കാണാൻ കഴിയില്ല. ലോക ചരിത്രത്തിൽ പലപ്പോഴും ഭരണകൂടങ്ങളുടെ അഹന്തയ്ക്കും വ്യവസ്ഥിതിയുടെ ജീർണതയ്ക്കുമെതിരെ ജനങ്ങൾ ആദ്യം പ്രയോഗിക്കുന്നത് ആക്ഷേപഹാസ്യം, സറ്റാറിറ്റിക്കൽ പൊളിറ്റിക്സ് എന്ന ആയുധമാണ്. തമാശയ്ക്കും പരിഹാസത്തിനുമായി യുവാക്കൾ രൂപം നൽകുകയും പിന്നീട് ജനങ്ങൾ അത് ഏറ്റെടുത്ത് വലിയ രാഷ്ട്രീയ മുന്നേറ്റങ്ങളാവുകയും ചില രാജ്യങ്ങളിൽ ഭരണം പിടിച്ചെടുക്കുകയും ചെയ്ത ഒരുപാട് ഉദാഹരണങ്ങൾ ലോകത്തുണ്ട്. ചിലത് പറയാം. ആക്ഷേപഹാസ്യത്തിൽ തുടങ്ങി ഒരു രാജ്യം മുഴുവൻ ഭരിച്ച ചരിത്രമാണ് ഉക്രൈനിലെ സെർവന്റ് ഓഫ് ദ പീപ്പിൾ പാർട്ടിക്കുള്ളത്. വ്ളാഡിമിർ സെലൻസ്കി എന്ന ഉക്രൈനിയൻ ഹാസ്യ നടൻ ഒരു ജനപ്രിയ TV പരമ്പരയിൽ അവിചാരിതമായി പ്രസിഡന്റ് ആകുന്ന ഒരു സ്കൂൾ അധ്യാപകന്റെ വേഷം ചെയ്തു. ഈ പരമ്പരയുടെ പേരായിരുന്നു സെർവന്റ് ഓഫ് ദ പീപ്പിൾ. ഉക്രൈനിലെ അക്കാലത്തെ അഴിമതിയും സ്വജന പക്ഷപാതവും കൊണ്ട് മടുത്ത ജനങ്ങൾ ഈ ടെലിവിഷൻ സീരീസ് നെഞ്ചിലേറ്റി. 2018 ഇതേ പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കപ്പെട്ടു. 2019 ഉക്രൈനിയൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കൊമേഡിയനായിരുന്ന സെലൻസ്കി 73% വോട്ടുകൾ നേടി ഉക്രൈനിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ന് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ലോകം ഉറ്റുനോക്കുന്ന നേതാവാണ് അദ്ദേഹം. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ, സമാധാനപരമായ, ഹാപ്പിനെസ് ഇൻഡെക്സിൽ 1ാമതുള്ള ഐസ്ലാൻഡിലുണ്ടായ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നാണ് ദി ബെസ്റ്റ് പാർട്ടി ജനിക്കുന്നത്. യോൺ ഗ്നാർ എന്ന പ്രശസ്ത കൊമേഡിയനാണ് 2009 പരമ്പരാഗത രാഷ്ട്രീയക്കാരെ പരിഹസിക്കാൻ വേണ്ടി ദി ബെസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയത്. വെറും തമാശയ്ക്ക്. അധികാരത്തിൽ വന്നാൽ സ്വിമ്മിംഗ് പൂളുകളിൽ സൗജന്യ ടവലുകൾ നൽകുമെന്നും അഴിമതി നടത്തുന്നവരെ നഗ്നരാക്കി മഞ്ഞിൽ ഒരു ദിവസം മുഴുവൻ നിർത്തുമെന്നുമൊക്കെയായിരുന്നു ഇവരുടെ വാഗ്ദാനങ്ങൾ. ജനം ബെസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്തു. ഐസ്ലൻഡിന്റെ തലസ്ഥാനമായ റെയ്ജാവിക് നഗരത്തിന്റെ മേയറായി യോൺ ഗ്നാർ തിരഞ്ഞെടുക്കപ്പെടുകയും 2010 മുതൽ 2014 വരെ ഭരിക്കുകയും ചെയ്തു. അത്യാവശ്യം കൊള്ളാവുന്നൊരു ഭരണമായിരുന്നു. ഇന്ന് ഇറ്റാലിയൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ശക്തികളിലൊന്നായ 5 സ്റ്റാർ മൂവ്മെന്റ് പാർട്ടി ഒരു ഹാസ്യ നടന്റെ ബ്ലോഗിൽ നിന്ന് ജനിച്ചതാണ്. ബെപ്പെ ഗ്രില്ലോ എന്ന ഇറ്റാലിയൻ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ഇറ്റാലിയൻ അരിസ്റ്റോക്രാറ്റുകളുടെ അഴിമതിക്കെതിരെ തൻ്റെ ബ്ലോഗിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയും ശക്തമായി പ്രതികരിച്ചിരുന്നു. 2007 അദ്ദേഹം അഴിമതിക്കാരായ രാഷ്ട്രീയക്കാർക്കെതിരെ വി ഡേ വഫാൻകൂലോ ഡേ, അതായത് ഒഴിഞ്ഞു പോവുക എന്ന പേരിൽ വലിയ തമാശ പ്രതിഷേധം സംഘടിപ്പിച്ചു. 2009 5 സ്റ്റാർ മൂവ്മെന്റ് എന്ന പേരിൽ ഇതൊരു ഔദ്യോഗിക പാർട്ടിയായി. ഡിജിറ്റൽ ജനാധിപത്യവും പരിസ്ഥിതി സന്തുലിതാവസ്ഥയുമായിരുന്നു ഇവരുടെ നയം. എന്ത് പറയാൻ, 2018 ഇറ്റാലിയൻ പൊതു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടുന്ന ഒറ്റ കക്ഷിയായി ഈ പാർട്ടി മാറി. അവർ ഇറ്റലിയിൽ സഖ്യ സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു. ഇന്ന് ലോകമെമ്പാടുമുള്ള 40-ലധികം രാജ്യങ്ങളിൽ ശാഖകളുള്ള ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് പൈറേറ്റ് പാർട്ടി, കടൽ കൊള്ളക്കാരുടെ പാർട്ടി. 2006 സ്വീഡനിലെ ഇന്റർനെറ്റ് ആക്ടിവിസ്റ്റുകൾ ചേർന്നാണ് ഇത് സ്ഥാപിക്കുന്നത്. ഇന്റർനെറ്റിലെ സ്വാതന്ത്ര്യം, കോപ്പിറൈറ്റ് ലോസ് പരിഷ്കരണം, ഡാറ്റ പ്രൈവസി എന്നിവയായിരുന്നു ഇവരുടെ ലക്ഷ്യം. അന്നത്തെ മുഖ്യധാര രാഷ്ട്രീയക്കാർ ഇതിനെ ഒരു ഹാക്കർമാരുടെ തമാശയായി മാത്രം തള്ളിക്കളഞ്ഞു. നടന്നത് എന്താണ്? സ്വീഡനിൽ നിന്ന് യൂറോപ്യൻ പാർലമെന്റിലേക്ക് ഇവർ 11 സീറ്റുകൾ നേടി. ഐസ്ലൻഡിലും ചെക്ക് റിപ്പബ്ലിക്കിലും ഈ പാർട്ടി വലിയ വോട്ട് വിഹിതം നേടുകയും പ്രാദേശിക ഭരണങ്ങളിൽ പങ്കാളികളാവുകയും ചെയ്തു. ജർമ്മനിയിലെ ഒരു ആക്ഷേപഹാസ്യ മാഗസിൻ എഡിറ്റർമാർ രൂപം നൽകിയ പാർട്ടിയാണ് ഡൈ പാർട്ടി. 2004 ടൈറ്റാനിക് എന്ന ജർമ്മൻ സറ്റയർ മാഗസിൻ ജീവനക്കാരാണ് ഇത് സ്ഥാപിച്ചത്. ജർമ്മനിയിലെ പഴയ ബെർലിൻ മതിൽ വീണ്ടും പണിയുമെന്നായിരുന്നു ഇവർ തമാശയ്ക്ക് നൽകിയ വാഗ്ദാനം. ജർമ്മൻ യുവാക്കൾ ഇവരെ ഗൗരവമായി എടുത്തു. നിലവിൽ ഈ പാർട്ടിക്ക് ജർമ്മനിയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും യൂറോപ്യൻ പാർലമെന്റിലും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുണ്ട്. ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രശസ്തമായ പാരഡി പാർട്ടിയാണ് ഒഫീഷ്യൽ മോൺസ്റ്റർ റേവിംഗ് ലൂണി പാർട്ടി. 1983 സ്ക്രീമിംഗ് ലോർഡ് സച്ച് എന്ന മ്യൂസീഷ്യനാണ് ഇത് തുടങ്ങിയത്. യഥാർത്ഥ രാഷ്ട്രീയക്കാരുടെ പൊള്ളയായ വാഗ്ദാനങ്ങളെ പരിഹസിച്ചായിരുന്നു തുടക്കം. എല്ലാ വന്യമൃഗങ്ങൾക്കും പാസ്പോർട്ട് നൽകുക, റോഡുകളിലെ കുഴികളില്ലാതാക്കാൻ അവിടെ പുഡിംഗ് നിറയ്ക്കുക, ഇതൊക്കെയായിരുന്നു അവരുടെ വാഗ്ദാനങ്ങൾ. ഇവർ ഒരിക്കലും ഭരണം പിടിച്ചില്ലെങ്കിലും ഇവർ ഉന്നയിച്ച ചില തമാശ കാര്യങ്ങൾ പിന്നീട് ബ്രിട്ടൻ നിയമമാക്കി മാറ്റി. ഉദാഹരണത്തിന് 18 വയസ്സുള്ളവർക്ക് വോട്ടവകാശം നൽകുക, പാസ്പോർട്ടുകൾ 24 മണിക്കൂറും ലഭ്യമാക്കുക എന്നിവ ഇവരുടെ ആവശ്യങ്ങളായിരുന്നു. കാനഡയിൽ പതിറ്റാണ്ടുകളോളം സജീവമായിരുന്ന ഒരു കോമഡി പാർട്ടിയാണ് റൈനോസോറസ് പാർട്ടി. കനേഡിയൻ രാഷ്ട്രീയക്കാരുടെ പൊള്ളയായ വാഗ്ദാനങ്ങളെ ട്രോളാൻ 1963 കണ്ടാമൃഗ പാർട്ടി രൂപീകരിച്ചത്. കാനഡയിലെ ഗുരുത്വാകർഷണ നിയമം ഗ്രാവിറ്റി റദ്ദാക്കുമെന്നായിരുന്നു ഇവരുടെ ഞെട്ടിക്കുന്ന വാഗ്ദാനം.
പിന്നീട് വന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളിലും പ്രമുഖ കക്ഷികളെ ഞെട്ടിച്ചു കണ്ട് 2ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തും എത്താൻ ഈ പാർട്ടിക്ക് കഴിഞ്ഞു. പല വമ്പന്മാരുടെയും തോൽവിക്ക് അവർ കാരണമായി. ഹംഗറിയിലെ വലതുപക്ഷ സർക്കാരിന്റെ കുടിയേറ്റ വിരുദ്ധ നയങ്ങൾക്കും അഴിമതിക്കുമെതിരെ രൂപം കൊണ്ട വിപ്ലവകരമായ ഒരു പാരഡി പാർട്ടിയാണിത്, ടു ടൈൽഡ് ഡോഗ് പാർട്ടി. 2006 2 വാലുകളുള്ള നായയുടെ ചിത്രം ചിഹ്നമാക്കി ഇവർ തമാശ തുടങ്ങി. സർക്കാർ വലിയ തുക മുടക്കി സ്ഥാപിക്കുന്ന കുടിയേറ്റ വിരുദ്ധ പരസ്യ ബോർഡുകൾക്ക് തൊട്ടടുത്ത് ഹംഗറിയിൽ വന്നാൽ ദയവായി ജോലി ചെയ്യരുത്, കാരണം ഞങ്ങൾക്കും പണിയെടുക്കാൻ അറിയില്ല തുടങ്ങിയ പരിഹാസ ബോർഡുകൾ ഇവർ സ്ഥാപിച്ചു. 2018 2022 തെരഞ്ഞെടുപ്പുകളിൽ ലക്ഷക്കണക്കിന് വോട്ടുകൾ നേടി ഹംഗേറിയൻ രാഷ്ട്രീയത്തിലെ നിർണായക ശക്തിയായി പിന്നീട് ഇവർ മാറി. ബിയർ കുടിയന്മാരുടെ കൂട്ടായ്മയായി തുടങ്ങി പിന്നീട് പോളണ്ടിന്റെ പാർലമെന്റിലെത്തിയ പ്രസ്ഥാനമാണ് പോളിഷ് ബിയർ ലവേഴ്സ് പാർട്ടി. 1990 പോളണ്ടിലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് ശേഷം സാറ്ററിസ്റ്റായ യാനിസ് റവൻസ്കി സ്ഥാപിച്ച പാർട്ടിയാണിത്. സോവിയറ്റ് കാലത്തെ വോഡ്ക കുടിക്കുന്ന പോളിഷ് ജനതയെ കൊണ്ട് ബിയർ കുടിപ്പിക്കുക, അതുവഴി മദ്യപാനം കുറയ്ക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ ജനങ്ങൾ ഈ പാർട്ടിയെ രാഷ്ട്രീയ വിപ്ലവത്തിന്റെ പ്രതീകമാക്കി മാറ്റി. 1991 പോളണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 16 സീറ്റുകൾ നേടി അവർ ലോകത്തെ ഞെട്ടിച്ചു. വളരെ വിചിത്രവും എന്നാൽ ജനപ്രീതി ആർജിച്ചതുമായ ഒരു ഡിജിറ്റൽ മുന്നേറ്റമാണ് ദക്ഷിണ കൊറിയയിലെ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ചോസോൺ. ദക്ഷിണ കൊറിയയിലെ കടുത്ത ജോലി സമ്മർദ്ദത്തിലും രാഷ്ട്രീയക്കാരുടെ ഏകാധിപത്യ പ്രവണതകളിലും അടുത്ത യുവാക്കൾ ഇന്റർനെറ്റിൽ രൂപീകരിച്ച ഒരു വെർച്വൽ പാരഡി റിപ്പബ്ലിക്കായിരുന്നു ചോസോൺ. നിലവിലെ കൊറിയൻ രാഷ്ട്രീയക്കാരുടെ പരമ്പരാഗത ശൈലികളെ പൊളിച്ചെഴുതാൻ യുവാക്കൾ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചു. പിന്നീട് ദക്ഷിണ കൊറിയൻ തിരഞ്ഞെടുപ്പുകളിൽ വലിയ യുവജന വോട്ട് ബാങ്കിനെ സ്വാധീനിക്കാൻ ഈ ആക്ഷേപഹാസ്യ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞു. ലോക ചരിത്രം പരിശോധിച്ചാൽ കാണാം, ജനങ്ങൾ ഭരണകൂടങ്ങളിൽ നിന്നും പരമ്പരാഗത രാഷ്ട്രീയക്കാരിൽ നിന്നും കടുത്ത നിരാശ നേരിടുമ്പോൾ ഇത്തരം പാരഡി പ്രസ്ഥാനങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. ഇന്ന് ഇന്ത്യയിലെ യുവാക്കൾ കോക്രോച്ച് ജനതാ പാർട്ടിയെ ഒരു ട്രെൻഡാക്കി മാറ്റുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ കടുത്ത തൊഴിലില്ലായ്മയോടും പരീക്ഷാ ക്രമക്കേടുകളോടുമുള്ള പ്രതിഷേധമുണ്ട്. അതിനാദ്യം ചോദിക്കേണ്ട ചോദ്യം CJPക്ക് ഒരു ഓർഗനൈസിംഗ് രൂപം കൈവരുമോ എന്നതാണ്. നിലവിൽ ഇതൊരു കേന്ദ്രീകൃത ലീഡർഷിപ്പുള്ള പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടിയല്ല, ഡിജിറ്റൽ ലോകത്തെ ഒരു ഡീസെൻട്രലൈസ്ഡ് നെറ്റ്വർക്ക് മാത്രമാണ്. എന്നാൽ വൈകാതെ കേജ്രിവാളിന്റെ ആപ്പ് മാതൃകയിൽ അതിനൊരു അസ്ഥിവാരം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ കോളേജ് ക്യാമ്പസുകളിലും സർവകലാശാലകളിലും CJP സ്റ്റുഡൻസ് വിങ് എന്ന രീതിയിൽ അനൗദ്യോഗിക കൂട്ടായ്മകൾ ഇപ്പോൾ തന്നെ രൂപപ്പെടുന്നുണ്ട്. വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പുകളിൽ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളോടുള്ള പ്രതിഷേധമായി ഇവർ ഡമ്മി സ്ഥാനാർത്ഥികളെ നിർത്താനും തുടങ്ങുന്നു. ചണ്ഡീഗഡിൽ ഇത് സംഭവിച്ചു കഴിഞ്ഞു. ഇതിനൊപ്പം ഉക്രൈനിലെ സെർവന്റ് ഓഫ് ദി പീപ്പിൾ പാർട്ടിയുടെയോ യൂറോപ്പിലെ പൈറേറ്റ് പാർട്ടിയുടെയോ മാതൃകയിൽ മൊബൈൽ ആപ്പുകളും വെബ്സൈറ്റുകളും വഴി നിയന്ത്രിക്കപ്പെടുന്ന ഒരു ആധുനിക ഡിജിറ്റൽ ഘടനയിലേക്ക് CJP മാറിയേക്കാം. അവർ ബ്ലോക്ക് ചെയിനും അവരുടെ സ്വന്തം ക്രിപ്റ്റോയും ഉപയോഗിച്ച് തുടങ്ങിയാലും അത്ഭുതപ്പെടാനില്ല. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയായി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ കൃത്യമായ ബൈലോയും സത്യവാങ്മൂലവും വേണം. കോക്രോച്ച് എന്ന പേരിൽ ഒരു യഥാർത്ഥ പാർട്ടി രജിസ്റ്റർ ചെയ്യാൻ നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും ഒരു പ്രഷർ ഗ്രൂപ്പ് അല്ലെങ്കിൽ വോട്ട് ബാങ്കായി നിലനിൽക്കാൻ പാർട്ടികൾക്ക് ശക്തമായ ഓർഗനൈസിംഗ് രൂപം വരും. എല്ലാറ്റിനും പണം ആവശ്യമുണ്ട്. CJPയെ ഫണ്ട് ചെയ്യാൻ ചില രഹസ്യ കേന്ദ്രങ്ങൾ മുന്നോട്ട് വന്നുവെന്ന് വാർത്തകളുണ്ടായിരുന്നു. എന്നാൽ ക്രൗഡ് ഫണ്ടിങ്ങിലാണ് തങ്ങൾക്ക് വിശ്വാസമെന്ന് മുൻനിര പ്രൊമോട്ടർമാർ തന്നെ പറഞ്ഞു കഴിഞ്ഞു. യുവാക്കളിൽ നിന്നുള്ള മൈക്രോ ഡൊണേഷൻസ്, ഡിജിറ്റൽ പേയ്മെന്റുകൾ വഴി ശേഖരിക്കുന്ന രീതിയായിരിക്കും ഇവർ സ്വീകരിക്കുക. ഫോളോവേഴ്സ് എല്ലാവരും ചേർന്ന് 10 രൂപ വീതം കൊടുത്താൽ പോലും കോടികളുടെ ഫണ്ട് രൂപീകരിക്കാൻ ഇവർക്ക് കഴിയും. ഭരണകൂടത്തിന്റെ സെൻസർഷിപ്പിൽ മടുത്ത കുനാൽ കമറ പോലുള്ള സ്വതന്ത്ര യൂട്യൂബർമാർ, പോഡ്കാസ്റ്റർമാർ, ഡിജിറ്റൽ ക്രിയേറ്റർമാർ എന്നിവർ തങ്ങളുടെ വരുമാനത്തിന്റെ ഒരു പങ്ക് ഇത്തരം ജനകീയ പ്രസ്ഥാനങ്ങൾക്ക് നൽകാൻ മുന്നോട്ട് വരുന്നുണ്ട്. വിദേശത്തുള്ള ചില സംഘടനകൾ CJPക്ക് ഫണ്ട് ചെയ്യുന്നുണ്ടെന്ന് BJP ആരോപിക്കുന്നുണ്ടെങ്കിലും അതിനെ കൃത്യമായ തെളിവുകളില്ല. എന്നാൽ NRI യുവാക്കൾ വ്യവസ്ഥിതി മാറ്റാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇതിലേക്ക് പണം നൽകാനുള്ള സാധ്യതയുണ്ട്. ഇനി നോക്കാം, 2029 വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CJP എന്ത് സ്വാധീനം ചെലുത്തും. കസാരഡ ഫോബിയക്കാർ ജാഗ്രതയെ, നമ്മുടെ വീട്ടുമതിലുകളിൽ പാറ്റകൾ നിറയാനിരിക്കുന്ന കാലമാണ് വരാനിരിക്കുന്നത്. CJP നേരിട്ട് സീറ്റുകൾ നേടി ഭരണം പിടിക്കില്ലായിരിക്കാം. എന്നാൽ കിങ് മേക്കറായോ അല്ലെങ്കിൽ ഒരു പവർ ഫാക്ടറായോ മാറാൻ അവർക്ക് സാധിക്കും. അവർ നോട്ടയ്ക്ക് പകരമാകും. CJP ആഭിമുഖ്യമുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തി ജെൻസി വോട്ടർമാരെ കൺസോളിഡേറ്റ് ചെയ്ത് ഒരുപാട് വമ്പന്മാരെ അവർ വീഴ്ത്തും. 2029 ഇന്ത്യയിലെ വോട്ടർമാരിൽ വലിയൊരു പങ്ക് 18-നും 25-നും ഇടയിൽ പ്രായമുള്ള ജെൻസി യുവാക്കളായിരിക്കും. ഏതാണ്ട് 22% വോട്ടർമാർ, 24 കോടി ജെൻസി സമ്മതിദായകർ. അവർ ധാരാളം മതി രാജ്യം ഇനി ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ. ജാതി, മതം, പ്രാദേശികവാദം എന്നിവയ്ക്കപ്പുറം ഇന്റർനെറ്റ് സംസ്കാരം കൊണ്ടൊന്നിച്ച തലമുറയാണിത്. തൊഴിലില്ലായ്മയും വിദ്യാഭ്യാസ മേഖലയിലെ അഴിമതിയും ഉയർത്തിക്കാട്ടി CJP നടത്തുന്ന ഡിജിറ്റൽ ക്യാമ്പയിനുകൾ ഈ വോട്ടർമാരെ സ്വാധീനിക്കും. അപ്പോൾ CJP ആർക്കാവും ഏറ്റവും വലിയ വെല്ലുവിളിയാകുക? വികസനത്തെക്കുറിച്ചും ഡിജിറ്റൽ ഇന്ത്യയെക്കുറിച്ചുമുള്ള ഭരണകൂടത്തിന്റെ അവകാശവാദങ്ങളെ ആക്ഷേപഹാസ്യത്തിലൂടെ CJP പൊളിച്ചു കാണിക്കും. ഇത് യുവാക്കൾക്കിടയിലുള്ള ഭരണവിരുദ്ധ വികാരം, ആന്റി ഇൻകുംബൻസി വർദ്ധിപ്പിക്കും. BJPക്ക് കാര്യമായ നഷ്ടമുണ്ടാകും. ഭരണപക്ഷത്തിനെതിരെയുള്ള വോട്ടുകൾ സ്വാഭാവികമായും തങ്ങൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന പ്രതിപക്ഷത്തിന്റെ വോട്ടുകൾ CJP ഭിന്നിപ്പിക്കും. പ്രതിപക്ഷ നേതാക്കളുടെ പരമ്പരാഗത ശൈലികളെയും ഇവർ ലോഭമില്ലാതെ ട്രോളുന്നുണ്ട്. അടി കിട്ടുന്നവരിൽ ഗാന്ധി കുടുംബവുമുണ്ട്.
ചുരുക്കത്തിൽ രാഷ്ട്രീയത്തിൽ ഒരു മാറ്റവും കൊണ്ടുവരാൻ കഴിയാത്ത ദുർബലമായ പ്രതിപക്ഷത്തോടും ധാർഷ്ട്യത്തോടെ പെരുമാറുന്ന ഭരണപക്ഷത്തോടും ഒരേ സമയം മടുത്ത ജനങ്ങളുടെ മൂന്നാം ബദലായിരിക്കും CJP. കഴിഞ്ഞ 150 വർഷത്തിലേറെയായി ലോകത്തെമ്പാടും ഒരു ട്രെൻഡ് ഉണ്ട്. ആക്ഷേപഹാസ്യത്തെ ഭരണാധികാരികൾ എത്രത്തോളം അടിച്ചമർത്താൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം അതിന്റെ ജനപ്രീതി വർദ്ധിക്കും. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വെബ്സൈറ്റുകളും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും കേന്ദ്ര സർക്കാർ ബ്ലോക്ക് ചെയ്തത് ഈ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. എന്നാൽ അത് സ്ട്രീറ്റ് ആൻഡ് എഫക്റ്റ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതായത് ഒരു കാര്യം ഒളിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് കൂടുതൽ പ്രചാരം ലഭിക്കുന്നു. 2029 എത്തുമ്പോൾ ഡിജിറ്റൽ സാങ്കേതികവിദ്യയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കൂടുതൽ ശക്തമാകും. ട്രോളുകളും മിക്സഡ് റീലുകളും വഴി ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഡിജിറ്റലായി പ്രതിരോധിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ആക്രമണമായിരിക്കും CJP അണികൾ അഴിച്ചുവിടുക. വൻകിട റാലികൾ നടത്തി ജനങ്ങളെ സ്വാധീനിക്കുന്ന പഴയ രാഷ്ട്രീയ ശൈലിക്ക് സ്മാർട്ട് ഫോൺ സ്ക്രീനുകളിൽ ഇരുന്ന് ചിരിച്ചുകൊണ്ട് വോട്ട് ബാങ്കുകൾ അട്ടിമറിക്കുന്ന ഈ പാറ്റകൾ വലിയ ഭീഷണിയായിരിക്കും. ഇവർ സമ്പൂർണ്ണ അരാജകത്വത്തിലേക്ക് വീണാൽ അതാവും ഏറ്റവും വലിയ അപകടം.